അച്ഛനെ കണ്ണാപ്പി ടാറ്റു അടിച്ചതിനെ പറ്റി, മുടി കളർ ചെയ്തതിനെ പറ്റി എന്താ അഭിപ്രായം? രണ്ടും റോങ് ആണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ രണ്ടും ഇഷ്ടമുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ട് അവന് കേൾക്കാതെ ഒരു ചെയ്തതാണ്. ഞങ്ങൾക്കൊരു ഒരു ഇതുണ്ട്, എന്താ പറയുക, അതൃപ്തിയുണ്ട്. അവൻ അങ്ങനെ കാണിച്ചില്ല. പിന്നെ പിള്ളേരല്ലേ, നമുക്കിപ്പോ ഇനി വളരുന്ന പിള്ളേര് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. കണ്ണാപ്പിന് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റിയ ഒരു രണ്ടു മൂന്ന് കാര്യം എന്ന് പറഞ്ഞാണ് കണ്ണാപ്പി എടുത്ത് പറയാൻ പറ്റിയ നല്ലതെന്ന് പറയാൻ പറ്റിയ രണ്ടു മൂന്ന് കാര്യങ്ങൾ. നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവൻ കുറച്ച് ഉഴപ്പനായിരുന്നു, ഞങ്ങളെ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളൊരു ഇത് ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരു വർഷമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ കാര്യം നീ മിണ്ടരുത്. അവന് ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളിലൂടെ അവൻ ഇനിയും മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ലല്ല അത് അച്ഛനെ പോഡ്കാസ്റ്റ് വിളിച്ചിട്ട് പോയിരുന്നവരാണ് അന്ന് വരാത്ത. ഇവൻ പറഞ്ഞ എല്ലാരും ഇനി എന്തെങ്കിലും പറയുമെന്നുള്ള അവനൊരു പേടി. എനിക്ക് പ്രശ്നമില്ല. അവന്റെ അച്ഛൻ വന്ന് അച്ഛനൊക്കെ മനസമാധാനത്തോടെ ചോദിച്ചതല്ലേ. ഇടയ്ക്കിടയ്ക്ക് തുമ്മാറുണ്ട്. പിന്നെ അച്ഛ കണ്ണാപ്പി ഗെയിമിംഗ് കരിയർ ചൂസ് ചെയ്തതിനെ പറ്റി എന്താണത്? അവന്റെ ഇഷ്ടം. കാരണം അവൻ ഒരു സമയത്ത് മൊബൈൽ കളിച്ചപ്പോഴത്തേക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അവന്റെ ഇഷ്ടം. അവൻ അതിന്റെ കൂടെ പഠിത്തവും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിന്നെ പോലെ അല്ല. നിന്റെ കാര്യം പറയാൻ പറ്റില്ല. നീ അവനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ട്രാപ്പിലോട്ട് കൊണ്ട് ഇവന്മാര് ഒരു കുഴിയിലോട്ട് പോകണമെങ്കിൽ ഒരുത്ത പോകണേ മറ്റവനെ വലിച്ചം കിട്ടുള്ളൂ. അല്ല ഒറ്റയ്ക്ക് പോകില്ല. അയ്യോ ഞാൻ താണ്ട പിന്നെ ഇത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് എന്തിനാടാ ബുക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോ അതിന്റെ ഫ്രണ്ട് പേജ് മാത്രം ഒരു 4 വരി എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ 6 മാസത്തെ കോഴ്സാ. 18,000 രൂപ ഒരു കോഴ്സിന് വേണ്ടിട്ട് അടച്ചു. അത് ഗോവിന്ദ. പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ എല്ലാം തുടക്കം മാത്രമേ ഉള്ളൂ. ഇവരൊന്നും അതൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും ഇവർക്ക് ആഗ്രഹമില്ല. ആരെന്ത് പറയുന്നു അതാണ്. നിനക്ക് ജന്മന കഴിവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഈഗിളാണേ. ഇവൻ എന്നോട് പറഞ്ഞ എന്താന്നറിയോ അച്ഛാ, അച്ഛന് പോഡ്കാസ്റ്റ് വരെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, എന്താ അത് അച്ഛന് താല്പര്യം ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അവന് എന്തെങ്കിലും ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ കൂടുതൽ തുമ്മും, അതുകൊണ്ടാണെന്നാ പറഞ്ഞത്. കള്ളൻ എന്റെ അടുത്ത് പറഞ്ഞ അച്ഛന് താല്പര്യം ഇല്ല അതുകൊണ്ടാണെന്ന്. അല്ല, അവന് ഇങ്ങനെ പാരന്റ്സിനെ ഇങ്ങനെ ഇതിനകത്തോട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് എത്ര വലിയ നിനക്ക് എന്നോടൊക്കെ പറഞ്ഞാ പോരെ. ഞാൻ പറഞ്ഞ വാസുവിന്റെ പരിപാടിയല്ലേ, നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞ്. അപ്പൊ അച്ഛൻ ചിലപ്പം പലരും പല രീതിയിലൊക്കെ കമന്റ് ഇടും. അച്ഛനത് ചിലപ്പം അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നൊക്കെ അതുകൊണ്ടല്ല അച്ഛനെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ടൈം അല്ലേ സംഭവം. അതല്ല, അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇവര് പേടി. ഇവനെ മാറ്റിട്ട് അച്ഛനെ മറ്റേ ഇവനെ ഒരു അച്ഛനെ ഇരുത്തേണ്ടി വരും. മനസ്സിലായില്ലേ? മറ്റേ വെറുതെ പോഡ്കാസ്റ്റ് വെറുതെ ഇരിക്കും. അച്ഛൻ വന്നിട്ട് മറ്റേ പുട്ട ആക്റ്റീവ് ആയിട്ടിരിക്കും. ആരെല്ലാം ചൊറിയുന്നുണ്ടെന്നോ ആരെല്ലാം എന്തെങ്കിലും പറയുന്നുണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കേൾക്കാൻ പോവില്ല. ഇവിടെ പിന്നെ അമ്മ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ കാണുന്നുണ്ട്. ഞാൻ നോക്കാനേ പോവില്ല. ഭയങ്കര അതിന്റെ ഒന്നാമത്തെ കാരണം നിന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ഇവിടുത്തെ അമ്മയാ.
നീയാണ് അവനെ വഴി തെറ്റിച്ചെന്നാ പറയുന്നത്. അത് സത്യമാണ് അച്ഛൻ, സത്യമാണ് സത്യം. സത്യമാണ്. ഏറ്റവും വലിയ ബ്രോക്കർ നീ എന്നാ പറയുന്നത് അമ്മ. അയ്യോ സത്യം സത്യം സത്യം. എല്ലാ തോമസിനും കൂട്ടിവനാണ്. എല്ലാ പ്രശ്നം ആയിട്ടേ പറയത്തുള്ളൂ. എന്നിട്ട് അതെ 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 അതെ. അവസാനം എന്തോ ഇവിടെ വന്ന് ആഘോഷിക്കാൻ വരും, ഇവനിവിടെ ട്രിപ്പ് ഇട്ട് കിടത്തുന്നത് ഞങ്ങളാ. ഇവൻ എന്ന് ഇവിടെ ഒരു ആഘോഷത്തിൽ വന്നോ അന്ന് ഇവന് തലവേദന കിടക്കും. ഇവിടെ ഒരുത്തിന് തലവേദന ആള് ട്രിപ്പും കൊണ്ടുവരും. ഫുഡ് കഴിക്കാത്തോണ്ടേ. അല്ല ഞാൻ കഴിച്ചോളാം, നീ ഇത് പറഞ്ഞ് ഇത് കേള്. ഇവിടെ വന്ന് നീ ട്രിപ്പിട്ട് ട്രിപ്പിട്ട് കിടന്ന് എത്ര ദിവസം ഉണ്ടാ? 4 പ്രാവശ്യമെങ്കിലും. അത് അവിടെ നല്ല എവിടെ പരിപാടിക്ക് പോയാലും അവിടത്തെ ഒരു രാത്രിയിലത്തെ സെലിബ്രേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം ട്രിപ്പില്ലാതെ ശേഷിയില്ലാത്ത ഇവനെ. അല്ല ഇവന് നിങ്ങളുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോണ്ടേ. ഇവിടെ ഇങ്ങനെ ഒരു ആളുള്ളതുകൊണ്ട് മാത്രം. അത് ശരിയാണ്, അമ്മയോട് കുഴപ്പമില്ലല്ലോ. അതല്ല, ആശുപത്രി പോയ 10,000-2000 രൂപ ചെലവുണ്ടല്ലോ അച്ഛൻ ഇവന്റെ തനിക്കോണം അറിയാത്തോണ്ട് ഡോക്ടറിനോട് റമ്മ് ട്രിപ്പിൽ ഇട്ട് തരുമോന്ന് ചോദിച്ചിട്ടുള്ളവനാണ് അവൻ. അച്ഛന് തോന്നുന്നു അച്ഛാ. ഇവന് ആദ്യം എന്താ നമ്മളെ ഏതാ ഇത് കൊണ്ടുവന്ന വണ്ടി താറും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി കയറി ഇരുന്നപ്പോഴത്തേക്ക് എന്നോട് കയറി ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ആദ്യം അതിനകത്ത് അടിച്ച മണം എന്തെന്നറിയോ? വിൽസ് സിഗരറ്റുണ്ട്. ഞാൻ വിചാരിച്ചു നീ സിഗരറ്റ് വലിക്കൂടാതെ. ഞാൻ ഇവനോട് ചോദിച്ചു, ഇല്ല എന്റെ ഒരു അങ്കിളാ വലിക്കാൻ. ലൈറ്റർ കിടപ്പുണ്ട് സിഗരറ്റിന്റെ പാക്കറ്റ് കിടപ്പുണ്ട്. ഞാൻ പൊട്ടൊന്നുമല്ലല്ലോ. അപ്പൊ അന്ന് ഇവനെ മനസ്സിലാക്കിയാൽ ഇവന്മാരെല്ലാ ആളും തരികിടയാണെന്നുള്ള കാര്യം. എന്റെ വണ്ടിയിൽ മൊത്തം മദ്യമാണോ? പിന്നെ ഇവന്മാര് ഏതെല്ലാം ബിവറേജ് കയറിയിട്ടുണ്ട് അതിന്റെ ബില്ല് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടുപിടിച്ചതാ. നീ നിന്റെ 4 ബില്ല് എന്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചോ. ഇപ്പൊ ഞാൻ കിട്ടിയത് വിശ്വസിക്കണ്ട നമ്മള് വെള്ളടിക്കുന്നു. കൊള്ളാം. നീ മിണ്ടരുത്. അച്ഛാ നമ്മള് ഇതുവരെ മദ്യം ഇല്ല തൊട്ടിട്ടില്ല. ഇവനുള്ളത് അവൻ പിടിച്ചു കൊടുക്കുക, അവനുള്ള ഇവൻ പിടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ ഇവന്മാരെ ശീലം. പറയുന്ന കേട്ടോ. അയ്യോ ഇവിടെ ഒരാൾ വരും, എന്ത് സക്കീർ. അവൻ കമഴ്ന്ന് കിടക്കും. അവന് ഒരു പ്രാവശ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാ? ഇവന്മാരെല്ലാം കൂടെ അയ്യോ അച്ഛൻ ഞങ്ങൾക്ക് ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പോയി. ഞാൻ പറഞ്ഞടാ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി കള്ള് വാങ്ങിച്ചിട്ട് വന്ന് പറഞ്ഞു. ഇവിടെ ഒരുത്തൻ വന്നപ്പോഴത്തേക്ക് 3 കുപ്പി കൊണ്ടുവന്ന് രാവിലെ നോക്കുമ്പോ ഭയങ്കര മണം ഇതിനകത്ത്. ഇത് ഇവന്മാര് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഇവിടെ അത്രയും പൊട്ടിത്തെറിച്ച് സക്കീർ ഇവിടെ കംപ്ലൈന്റ് ചെയ്യാൻ പിന്നെ കഴുകി വൃത്തിയാക്കേണ്ടി വന്നു. അങ്ങനത്തെ സക്കീർ. എന്നിട്ട് സക്കീർ ഒന്നും അറിയാത്തല്ലേ കമിഴ്ന്ന് കിടന്നു. ഞാനല്ലേ രാമനാരായണെന്ന് പറഞ്ഞിട്ട്. അതിന്റെ മണം വരാണ്ടിരിക്കാൻ അതിന്റെ പുറത്തോട്ട് ഉടുപ്പിട്ടങ്ങ് കിടന്നു. ഇവിടെ ഇരുന്ന സ്പ്രേ മൊത്തം എടുത്ത് അടിച്ച് എയർ ഫ്രഷർ അടിച്ചു, സ്പ്രേ അടിച്ചു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര മണം. ഞാൻ കിட்ட എന്തുകൂടാ അത് അച്ഛ അബദ്ധത്തില് കുപ്പി പിന്നെ ഇവന് ടൈറ്റ് ചെയ്ത് അടച്ചു, അത് പൊട്ടിത്തെറിച്ചാന്ന് പറഞ്ഞു. ദൈവമേ ഇത് അത്ര ഇതിനകത്ത് അത്ര ഇവന്റെ കബോർഡ് മൊത്തമായി. അതെ അച്ഛന് കള്ളപ്പം കൊണ്ട് ഉണ്ടാക്കാൻ കൊണ്ടുവന്നേ. അച്ഛൻ കള്ളപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. നീ പോയി ഇതെല്ലാരും കേൾക്കുന്നുണ്ടെന്ന് തോന്നണല്ലേ? ആണോ? എല്ലാവർക്കും ഇപ്പൊ കിട്ടുമല്ലോ. നമ്മള് ചാറ്റിലുള്ളവര് പറയുന്നത് നമ്മളങ്ങനെ പരിപാടിയൊന്നും ഇല്ല, കള്ളു കുടിക്കും. ഇല്ല സത്യം. നിങ്ങളെല്ലാം സത്യസന്ധന്മാരാണ്. പലപ്പോഴും നിർബന്ധിച്ച് വാസോണ്ട് ചുണ്ടി വെച്ചു. അത്രേ ഉള്ളൂ. അല്ല വാസ യുവമാരെ ഒന്നും വീട്ടിൽ കയറ്റല്ലേ? പുതിയ ടീഷർട്ട് വരെ അടിച്ചോണ്ട് വെക്കളെ. കുട്ടികളായിട്ടൊക്കെ ജീവിക്കുന്നിടത്ത് ഇവിടുന്ന് ചിലപ്പോ കൂതറിട്ടോണ്ട് വരും. എന്നിട്ട് പറയാം അണ്ണാ ഒരു ഡ്രസ് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത്. ഇല്ലില്ല, കഴിഞ്ഞ വട്ടം വന്ന് എന്റെ ഒരെണ്ണം അടിച്ചോണ്ട് പോയി രാത്രി. അതിപ്പോ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുക. നിർബന്ധിക്കുന്നേ അല്ലടോ നമ്മുടെ അച്ഛനറിയാം ആരാണെന്ന്. അതെ
എടാ നിങ്ങളൊക്കെ ഇമ്മരെ എല്ലാത്തിനും അറിയാമല്ലോ. ഞാന് നിങ്ങൾ ഗോവയിൽ എന്ന് പോയ അന്ന് നിങ്ങളെല്ലാം പഴച്ചെന്നുള്ള കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യം. ഞാൻ ആകെ സരക്കിനെയും പിന്നെ വാസുവിനെയും മാത്രം കണ്ടോണ്ടാണ് ഇവനെ വിട്ടത്. ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ അവനെ നോക്കൂല അച്ഛാ. നീ നോക്കത്തില്ല, നിന്നെ കാര്യം അവര് സ്വന്തത്തിൽ നോക്കാൻ പറ്റില്ല, അവരെ നോക്കാൻ 3 രൂപ വേണം ഒരു ട്രിപ്പില്. എടാ നിന്നെ പിത്തൽ ചീര നിനക്ക് പറ്റിയ ആളതാ, നല്ലോണം നോക്കിക്കോളൂ. പിത്തൽ ചേർത്തില്ല ഇടയ്ക്ക് താടിയൊക്കെ വെച്ച് വന്നില്ല ഒരാൾ. കണ്ണനൊന്നും കാണാനില്ലല്ലോ, കണ്ണനൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ലേ, ഇതിലൊന്നും ഇല്ലേ? ആരാണ് കണ്ണചേട്ടൻ ഇപ്പൊ മറ്റേ ഒരു ടീഷർട്ടിന്റെയും ചേട്ടൻ കെട്ടിയ കൊച്ചിന് നേരത്തെ ഈ ക്ലോത്തിങ്ങിന്റെ ഒക്കെ ഇതായിരുന്നു. അപ്പൊ പുള്ളിക്കാരി കല്യാണം കുഞ്ഞൊക്കെ ആയപ്പോ അത് നിർത്തി വെച്ചേക്കുമായിരുന്നു. ഇപ്പൊ അവര് വീണ്ടും അത് തുടങ്ങി. ഇപ്പൊ ബിസിനസ് ജോലിയുള്ളതല്ലേ, കണ്ണന് ജോലിയുള്ളതല്ലേ? ജോലിയൊക്കെ ഗെയിമിങ്ങിന് വേണ്ടി ഗവൺമെന്റ് ജോലിയായിരുന്നു, അത് കളഞ്ഞ്. അതെ അതെ, നമ്മള് വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അന്ന് പറഞ്ഞത് വൈഫായിട്ട് വന്നതല്ലേ? ഓക്കെ ഓക്കെ. ഞങ്ങളിതുകൊണ്ട് ജോലിക്കൊക്കെ പോകാത്തത്. ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയല്ലേ അച്ഛനും പറഞ്ഞില്ലേ നമ്മള് ജോലിക്ക് പോകണ്ട, നമ്മളിതൊക്കെ ചെയ്ത് ജീവിച്ചത്. അച്ഛനെ ഇങ്ങനെ ഞാൻ നാട്ടിൽ ഇരിക്കുന്ന ഇഷ്ടം, പുറത്തോട്ടൊന്നും വിടുന്ന ഇഷ്ടമല്ല. ഇല്ല അച്ഛൻ തിരിച്ചു പോവാന്നൊക്കെ കേട്ടു. തിരിച്ചു പോവാന്ന് കേട്ടു. ഞാൻ റൂമിൽ നിന്ന് തിരിച്ചു പോകുന്നുള്ളൂ. ഇതിന്റെയൊക്കെ വലിയ ഉസ്താദുക്കന്മാരുടെ ഞാൻ ഇങ്ങോട്ട് കേറി വന്നതാ. ഇവൻ പറയണത് അച്ഛന് പുറത്തോട്ടൊരു വിസ നോക്കിക്കൊണ്ടിരിക്കോ, റെഡിയായ ഉടനെ അച്ഛനെ കയറ്റി വിടുമെന്ന് പറഞ്ഞേക്കുന്നത്. യുമാരൊന്നും വിസ വേണ്ട വാസു. എനിക്ക് ഓൺ ദ സ്പോട്ടില് ഞാൻ എന്റെ കമ്പനിയിൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞ നാളെ വിസയാ. അല്ല അവനത് കൊതിച്ചിരിക്കണവൻ ഈ കണ്ണാറ്. ആ കൊതിയെല്ലാം വിട്ടു. എനിക്ക് 32 വർഷം കിടന്ന് വെളി കിടന്ന് കഷ്ടപ്പെട്ടല്ലേ. ഇവരത്ര പ്രായം പോലും ഇല്ലല്ലേ. 32 വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതാ. അച്ഛനുള്ള എക്സ്പീരിയൻസ് നിന്റെ പ്രായത്തെക്കാളും കൂടുതലാണ്, മനസ്സിലായോ? അതെ, അവന് അതുകൊണ്ട് 24 മണിക്കൂർ AC ഇട്ട് അവന് ഇരിക്കാൻ പറ്റി. അല്ല അച്ഛൻ ജോലി നിർത്തി ഇവിടെ വന്നപ്പോ കണ്ണാപ്പി പറഞ്ഞു അച്ഛൻ ഇനി തിരിച്ചു പോകണ്ട, ഞാനിഞ്ഞ് നോക്കിക്കോളാന്ന് പറഞ്ഞായിരുന്നു. ഇല്ല ഇടയ്ക്ക് പക്ഷെ അതിന് മാത്രം പറയായിരുന്നു. പക്ഷെ അതിന്റെ ഒരു മാറ്റം ഇടയ്ക്കുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു മാറ്റം, കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറയണെങ്കിൽ ഇവന്റെ യൂട്യൂബ് സാലറി വരുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഒരു 50% അതിൽ നിന്ന് മേടിച്ച് വെക്കണം, പിന്നെ മേടിക്കണം, ചോദിച്ചു മേടിക്കണം. ഇല്ല, അത് കിട്ടത്തില്ല. എന്തെന്നറിയാം, അവൻ തന്നെ ഏറ്റവും വലിയ കള്ളനവൻ. നമ്മളോട് പറയത്തില്ല ഇത്ര ഉണ്ടെന്നുള്ള പറയത്തില്ല. അച്ഛന്ന് പറഞ്ഞേ, എന്നിട്ട് എന്ത് അച്ഛനൊരു മോർഫസ് എടുത്തോണ്ട് ല്ലോ. അപ്പൊ ശരി എന്നാ നിന്റെ ഇഷ്ടം, എന്താണ്ട് അച്ഛന് ഞാൻ ഇത്ര അയച്ചിട്ടുണ്ട്, ഓക്കെ സന്തോഷടാ, ബാക്കി കാര്യങ്ങൾ പുറകെ കിടക്കുക, അത് അവന് തന്നെ അറിയാതെ. അത്രേ ഉള്ളു, സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെ എല്ലാരും കീഴടക്കാൻ പറ്റത്തുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെ മക്കളെ. എല്ലാരും ഒക്കെ കഷ്ടപ്പെട്ടും ആൾക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്നതും എത്രത്തോളം ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ എൻ്റെ ഇന്ന് ഞാൻ 30 വർഷത്തെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ 30 വർഷം മുമ്പുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല ടൈംസിലാണ്. എന്നെ കോൾ ചെയ്യാറുണ്ട്, എന്നെ അവരൊരു എന്തൊരു ഫംഗ്ഷൻ വന്നാൽ പോലും വിളിക്കാറുണ്ട്. ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ്. അത് ഞാൻ ഒരിക്കലും അങ്ങനെ ഇത് ചെയ്ത് കളയില്ല, ഒഴിത് കളയില്ല. ഞാനത് തന്നെ ഞങ്ങളുടെ കൂട്ടൊക്കെ ഞങ്ങളുടെ കൂട്ടുണ്ട് ഇവിടെ എല്ലാവരെ നമ്മളും കീപ്പ് ചെയ്യും. അത് മതി. ഏതാ കീപ്പാന്ന് പറഞ്ഞുള്ള കാര്യം പറയണേ. ഏത് കീപ്പാണത്? കുറച്ചേരം വാടച്ചു വെക്കണം, അല്ലെങ്കിൽ ശരിയാണ് ഞാൻ മിണ്ടാണ്ടിരിക്കാതെ. അവന് ഏതാ ഒരു വെള്ള ഒരു സാധനം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, അതായിരിക്കും. അല്ലെ, സ്പിരിറ്റിൽ മോഹൻലാൽ കഴിക്കത്തില്ലേ മറ്റേ എന്താ പറയാ ഐസ് ക്യൂബ് ഇട്ടിട്ട് നാരങ്ങ വെള്ളം പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ അവൻ ഇതിന് ലൈവിലിരുന്ന് വന്നിട്ട് 2 അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ലേസ് വെക്കുന്നുണ്ട്.
അത് ഞാനല്ല അച്ഛ, ഇത് എന്താണ് എല്ലാത്തിനും എന്നെ ഇങ്ങനെ പറയുന്നത്? എടാ അളിയ എനിക്ക് സമാധാനം തരുന്നില്ല അളിയ. വിളിച്ചോറല്ലേ അങ്ങനെയല്ല, ചാറ്റില് ചാറ്റിൽ അങ്ങനെ. ഓക്കെ ഓക്കെ. ഇതാരാ ഇതാരാ? ഇത് അച്ഛൻ ഡാഡി കൂൾ ചന്ദ്രൻ, ഡാഡി കൂൾ. ആ ഹലോ അങ്കിൾ ഹായ്. ആ ഹായ്. ഇത് നമ്മുടെ ഇവനെ അച്ഛൻ. ഇവനല്ല, ഡീസലിന്റെ അച്ഛൻ. ആ അറിയാം അറിയാം. ഡ്രൈവറെ നീ വലിയ ഇതൊന്നും പറയണ്ട. ഇടക്കിടക്ക് നീ കണ്ണാപ്പിയുടെ അച്ഛനെ വിളിക്കാറില്ലേ? ഇത്രയും പാവ പിടിച്ച മനുഷ്യനെയാണ് നീ പറയുന്നത്. അച്ഛൻ സ്ഥിരം വിളിക്കാറുള്ള ഡ്രൈവർ ശ്യാം സിംഗ്. ശ്യാം സിംഗ് സ്ഥിരം വിളിക്കാറുള്ള. സ്ക്രീൻ അറിയാണ്ട് ഡിസ്കൗണ്ട് ഇറങ്ങി ഓടി അച്ഛാ. ഇവിടെ അച്ഛൻ അച്ഛനെ കാണുന്നില്ലെന്ന് കണ്ണാപ്പി. അത് അച്ഛൻ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാനുണ്ടല്ലോ, ഞാനിവിടെ അല്ല, തന്നെ അത് ഉണ്ട്. നിന്റെ അച്ഛനല്ലെന്നാണ് പറയുന്നത്. എവിടെ അച്ഛാ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം അച്ഛാ. എനിക്ക് ലൈവ് ഇടണം. ഞാൻ പോയിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാവർക്കും നല്ലൊരു ഇത് ആശംസിക്കുന്നു. ഞാൻ ഇറങ്ങിയാണ്. ഞാൻ ഒരെണ്ണം ഒഴിച്ചു വെച്ചിട്ട് പകുതിയായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ അച്ഛൻ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, എല്ലാവരും പരിചയപ്പെട്ടതിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞതിലും സന്തോഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛാ. ഹാപ്പി താങ്ക് യു വെഡിങ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. എടാ ഞാൻ പോയിട്ട് വരാം കണ്ണാപ്പി. ഓക്കെ എന്നാ വിട്ടോ. ചന്ദ്രനെ പുള്ളി ഇരിക്കുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചാ ഞാൻ. ഗൈസ്, ഞാൻ ചാറ്റിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ ഇത്രയും നല്ലൊരു അപ്പനെ ഇവനെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞതെന്ന്. തന്തയുടെ പേര് കളയാൻ പോണ. എന്നെ പോലെ ഒരു തങ്കപ്പെട്ട ഒരു പയ്യനായിരുന്നു അച്ഛനും എന്റെ. എന്ന് ജനിക്കേണ്ടവനല്ലടാ, നീ ജനിക്കേണ്ടല്ലടാ പോയി. എന്നെക്കാട്ടി കൂടുതൽ കിട്ടിയെന്ന് പോയി. അത് മനസ്സിലായില്ല. സത്യം പോയി വലിയ വലിയ കളിക്കാൻ നോക്കി കേട്ടോ. ഊമ്പി ഇരുത്തി അങ്ങ് അറിഞ്ഞു. വന്നിട്ട് വലിയ കളിക്കാൻ കേട്ടോ. ഒരു ഇതിനുള്ളതുണ്ട്. അല്ലാണ്ട് അത് അവിടെ ചെല്ലുമ്പോ എനിക്ക് കിട്ടാറുള്ളേ. അതുകൊണ്ട് എനിക്ക് പുതുമയല്ല. പക്ഷെ കാണുന്നവർക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ.